ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിധി എന്ന രണ്ടക്ഷരത്തിൽ കൂട്ടിക്കെട്ടാനാ എനിക്കിഷ്ടം. എന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ സ്വകാര്യതയാ. അവൻ വന്നില്ലേ ഇതുവരെ? ഇല്ല, എനിക്കാണെ ഉറക്കവും വരുന്നു. നീ ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നതിന്റെയാ ബാക്കിയുള്ളവരുടെ ഉറക്കം മുഴുവൻ പോയത്. ഭർത്താവ് വരാൻ താമസിച്ച കേരളത്തിലെ സാധാരണ ഭാര്യമാരെ എന്താ ചെയ്യാന്ന് നിനക്കറിയോ? ആ, എനിക്കറിയില്ല. എന്നാലേ എനിക്കറിയാം. ഫോണിൽ വിളിക്കണം. വീട്ടിൽ വരുന്നത് വരെ നിർത്താതെ വിളിക്കണം. വിളിക്കേ. അർജുനെ വിളിക്കുന്നീ. അവൻ വന്നു എന്നാ തോന്നുന്നേ. നിങ്ങൾ കിടന്നില്ലായിരുന്നോ? ഞാൻ എപ്പോഴേ ഇവിടെ വിളിക്കുന്നു എന്നറിയോ വന്ന് കിടക്കാനായിട്ട്? അപ്പോ അർജുനേട്ടൻ വന്നിട്ടേ കിടക്കുന്നുള്ളൂന്നും പറഞ്ഞ് ഒരേ വാശി. ഞാനും ഇതേപോലെ തന്നെയാ. ഭദ്രേട്ടൻ വരാൻ താമസിച്ചോ നെഞ്ചിലാദ്യാ. അത് മനസ്സിൽ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാ. അതെന്താ നിനക്കിതുവരെ മനസ്സിലാകാത്തത്? അമ്മാവും വരാൻ വൈകിയാല് അമ്മായിയുടെ നെഞ്ചിലെ ആദി അതെനിക്ക് മനസ്സിലാവും. ഞാൻ വരാൻ വൈകിയ അനസൂയക്ക് എന്തിനാ ആദിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്നെങ്കിലും നിനക്ക് മനസ്സിലാവും എന്റെ മോളുടെ സ്നേഹവും കരുതലും ഒക്കെ. എന്റെ പ്രശ്നം എന്താണെന്നറിയോ അമ്മായിക്ക്? നിങ്ങൾ ഈ പറയുന്ന സ്നേഹവും കരുതലും ഒന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ചിലപ്പോ എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. ഞാൻ ഗിഫ്റ്റ് എന്ന മോതിരം എവിടെ അർജുനേട്ടാ? അല്ല, അതെ, അതിപ്പോഴാ ഓർത്തത്. ഓഫീസിൽ ഊരി വെച്ചിട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതെ, ഓഫീസിലുണ്ടത് സത്യമായിട്ടും. അവൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? അവന് ഫീലിങ്സ് ഇല്ലെന്ന്. അതിനൊന്നുമില്ലേ? അർജുനേട്ടൻ പറഞ്ഞത് എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? ഇല്ല. എന്നാ മിണ്ടാതിരിക്കേ. പിന്നെ അമ്മയോട് മോള് പറയണം അച്ഛനിവിടെ സുഖമാണെന്ന്. അവളോട് അവിടെ വിഷമിക്കാതിരിക്കാൻ പറയണം. എല്ലാം ശരിയായിട്ട് അച്ഛൻ നിങ്ങളെ വിളിച്ചോട്ട് വരാം. ദേ, അതുവരെ നരിക്കോ അവന്റെ ആളുകൾക്കോ പിടികൊടുക്കരുത്. നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ വന്ന് നിന്നതാ. നീ ഓക്കെ ആണോ? ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല.
നിനക്കെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, മോള് പറയണമെന്നുമില്ല. അതിന് എന്തായാലും ഞാനും മഹിയൊക്കെ മോളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് ഞാൻ തരാം. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് നിന്റെ കൂടെ. സാറിന്റെ ഈ വാക്കിനപ്പുറം ഒരു സഹായവും വേണ്ട സർ. എന്റെ പ്രായത്തിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിധി എന്ന രണ്ടക്ഷരത്തിൽ കൂട്ടിക്കെട്ടാനാ എനിക്കിഷ്ടം. എന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ സ്വകാര്യതയാ. എങ്കിലും എന്നെങ്കിലും അതൊക്കെ ഞാൻ സാറിനോട് പറയാം. അതൊക്കെ മോളുടെ ഇഷ്ടം. എന്തായാലും ഇവിടെ താമസിക്കുന്ന അത്രയും കാലം നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എത്ര കാലം വേണോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം. എന്തും വരുന്നിടത്ത് വെച്ച് കാണാം മോളെ. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പറയുന്നത് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന്. കുറെ നേരമായിട്ട് ഞാൻ ഓരോന്ന് പറയുന്നു, ഇത്ര ആലോചിക്കാതിരിക്കുന്നു. എന്റെ മോള് സ്നേഹത്തോട് കൊടുത്ത ആ മോതിരത്തിന് ഒരു വിലയും അവൻ കൽപ്പിച്ചിട്ടില്ല. ഓഫീസ് വെച്ച് മറന്നുപോലും. വെറുതെയാ. അവനത് എവിടെയോ കൊണ്ട് കളഞ്ഞു. അനസൂയ അർജുനൊരു മോതിരം കൊടുത്തതും അവനത് വാങ്ങിയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും അറിയുന്നില്ല. അറിയാവുന്നൊക്കെ നീ ഇപ്പം മറന്നും പോയി. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഒരു മോതിരത്തിന് വേണ്ടി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതെ, വെറൊരു മോതിരം മാത്രമല്ല, എന്റെ മോളുടെ മനസ്സും കൂടിയാ. അതാ അവൻ വലിച്ചെറിഞ്ഞത്. അവൾക്ക് അവൻ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് ഇത്രയും ദണ്ണം. ഞാൻ പറഞ്ഞില്ലേ ഭദ്രേട്ട, ഈ മോതിരത്തിന്റെയൊക്കെ കാര്യം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇതിനൊക്കെ ഞാൻ മറുപടി പറയാം.